ഹലോ അഗെയിൻ. ഇനിയുള്ള രണ്ട് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കമ്പയറബിലിറ്റിയാണ്. കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റും ആ ഒരു ലെവലിൽ നിൽക്കേണ്ടതാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് 8ാം ക്ലാസ്സിലെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന രണ്ട് സ്കൂളിൽ നടത്തുന്ന ക്വസ്റ്റ്യൻസ് മോറോൾ സെയിം തന്നെ ആയിരിക്കണം. കാരണം രണ്ടുപേരുടെയും ടാർഗറ്റ് സ്റ്റുഡൻസും രണ്ടുപേരുടെയും ചാപ്റ്റേഴ്സ് എടുത്തതും അല്ലെങ്കിൽ രണ്ടുപേരുടെയും കുട്ടികളുടെ ലെവലും ഒക്കെ സെയിം തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് കമ്പയറബിൾ ആയിട്ട് നമ്മൾ ഇരിക്കണം. അപ്പോൾ അത് ആ ലെവലിലാണ് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കുട്ടിയുടെ ലാംഗ്വേജ് എഫിഷ്യൻസിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളതിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കണേന്ന് നമ്മൾ നോക്കുക. അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. അപ്പോൾ ആ ഒരു ഇക്വലൻറ്റ് സെറ്റ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അത് കുട്ടികൾക്കും എന്താ പറയുക ക്ലാസ് ടെസ്റ്റ് നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് പബ്ലിക് എക്സാം എഴുതാനുള്ളൊരു ഗൈഡൻസ് കിട്ടും. ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് തോന്നിയ പോലെ ചെയ്തു ടീച്ചർ. ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എസ് എ 10 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റേണൽ ഇട്ടാലും അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയാൽ പോലും നമ്മൾ എസ് എ ഇടുന്നത് 10 മാർക്കിൻ്റെയാണ്. കാരണം യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് പോകുമ്പം നമ്മുടെ പരീക്ഷയ്ക്ക് 10 മാർക്കാണ് എസ് എ. അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു കമ്പയറബിലിറ്റി നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറയുമായിരിക്കും, പക്ഷേ നമ്മൾ ആ സ്റ്റൈല് മാറ്റാൻ പാടില്ല. അതായത് ഇപ്പോൾ 80 മാർക്കിൻ്റെനുള്ള സെഷൻസ് 80 മാർക്കിൻ്റെ എങ്ങനെ പരീക്ഷ നടത്തിയാലും നമ്മൾ ഇടണം. അതിപ്പോൾ ഒരു യൂണിറ്റിൻ്റെ അടുത്ത് നടത്തിയാലും ഹാഫ് ഇയർലി അല്ലെങ്കിൽ മിഡ് സെം നടത്തിയാലും മോഡൽ നടത്തിയാലും എല്ലാവരും അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഫൈനൽ എക്സാം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിലേക്കുള്ള ഒരു കമ്പയറബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ നടത്തി കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനും അച്ചീവ്മെൻറ്റ് നടത്താനുള്ളൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ക്ലാസ്സിൽ പരീക്ഷ നടത്തിയപ്പോൾ കുഴപ്പമുണ്ടായില്ല, ബോർഡ് എക്സാം വന്നപ്പോൾ അല്ലെങ്കിൽ പബ്ലിക് എക്സാം വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് പറയാൻ കാരണം ക്ലാസ്സിൽ പരീക്ഷ നടത്തിയതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിലേക്ക് കമ്പയറബിൾ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ ലെവലിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ലെവലിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യുവേഷൻ സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്താലാണ് അത് കമ്പയറബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കെപ്പോഴും ഫൈനലിലേക്കുള്ളൊരു ഗൈഡ് പോലത്തെ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ. അതിനാണ് നമ്മൾ കമ്പയറബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതാണ് മാസ്റ്റർ ക്രൈറ്റീരിയൻ. അതായത് ഒരു പരീക്ഷ നടത്തിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ ഉപയോഗിക്കുക. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരമുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ പരീക്ഷ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഉപകാരം ആ കുട്ടിക്ക് കിട്ടണം. അപ്പോൾ അതായത് ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ടീച്ചേഴ്സിനും കുട്ടികൾക്കും സ്കൂളിനും പേരൻസിനൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. വെറുതെ ഒരു പരീക്ഷ നടത്തി ഒരു കാര്യമില്ലാണ്ട് ഒരു പരീക്ഷ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ അത് ടീച്ചേഴ്സ് എന്താ പറയുക നമ്മളതിനെ പല രീതിയിൽ നോക്കിക്കാണും. അപ്പോൾ ഒന്നുകിൽ അത് ടീച്ചേഴ്സ് അതിനെ എടുത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതായത് ഇപ്പോൾ നമ്മൾ സിംപ്ലാനൊക്കെ പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷ നടത്തി കഴിഞ്ഞിട്ട് ആ പരീക്ഷയുടെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ മാർക്ക് കുറവാണെങ്കിൽ ടീച്ചറിൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജി മാറ്റാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നത് എങ്ങനെയാണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ ഒരു ഉപകാരം ടീച്ചർക്ക് കിട്ടണം. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു പോയാൽ എങ്ങനെ എത്തും, അല്ലെങ്കിൽ ഒരു ഫൈനൽ എക്സാമിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ഞാൻ ഏത് ലെവലിലേക്ക് നിൽക്കും എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടണം. അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡിവിഷൻ വൈസ് കാറ്റഗറിയോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വൈസ് കാറ്റഗറി നമ്മൾ ക്ലാസിഫൈ ചെയ്യണം കുട്ടികളെ. ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന കുട്ടികൾ അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾ, ബി ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നൊരു യൂട്ടിലിറ്റിയോ പേരൻസിനും അതുപോലെ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ 10 പേരുണ്ടെങ്കിൽ 4 A+കാരുണ്ട്, ബാക്കിയുള്ളവർ എ ആണ്. അപ്പോൾ എൻ്റെ കുട്ടി എ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ആ ക്ലാസ്സിൽ മൊത്തം A+കാരും എ ഉള്ളൂ. അതിൽ 4 A+ൽ ഞാനില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയില്ലാന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം കുട്ടി അത്ര ബ്രൈറ്റ് ആണെന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമായ ഇൻഫർമേഷൻ നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇതിന് മാസ്റ്റർ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും
സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതൊരു യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ല ഡിസ്ക്രിമിനേറ്റിംഗ് പവറുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ക്ലാസിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ വെച്ചിട്ട് ഇത്തരം കുട്ടികൾ ലോ അച്ചീവേഴ്സാണ് അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്തിട്ടുള്ളൂ, ഇത്രയും പേര് ഈസി ആവറേജ് ചെയ്തപ്പോൾ അവർ ആവറേജ് അച്ചീവേഴ്സാണ്, ഇത്ര കുട്ടികൾ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസ്ക്രിമിനേറ്റിംഗ് പവർ കൊടുത്ത ക്വസ്റ്റ്യൻസ് വരെ ആൻസർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് ഇത്രയും കുട്ടികൾ ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ഹൈ അച്ചീവേഴ്സ് ആണെന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു യൂട്ടിലിറ്റി ടീച്ചർക്ക് കിട്ടും. അല്ലെങ്കിൽ അത് തന്നെ കുട്ടികൾക്കും ഇപ്പം ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്നു, ഇത്രയും മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആവറേജിൽ പെട്ടു എന്നും അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് ഞാൻ എന്താ പറയുക ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ടോപ്പർ എത്തിയെന്നും ഉള്ളൊരു ഐഡിയ കുട്ടികൾക്കും കിട്ടും, പാരൻസിനും കിട്ടും. അപ്പം അങ്ങനെ ബാക്കി എല്ലാ ക്രൈറ്റീരിയയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്ടിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ വേറെ സാധനം വാലിഡിറ്റി, ഇപ്പോൾ അതിനകത്ത് കണ്ടൻറ് വാലിഡിറ്റി എല്ലാ ഏരിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്കും കുട്ടികൾക്കും അറിയാൻ പറ്റും ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്യാൻ ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്ത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതേസമയം നമ്മൾ കണ്ടൻറ് വാലിഡിറ്റി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആക്കണേ അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രം ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഏരിയ മാത്രം വെച്ചിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മാർക്ക് കിട്ടണമെങ്കിൽ അതുകൊണ്ട് ഒരു യൂട്ടിലിറ്റി ഇല്ല. കാരണം ആ ഏരിയ മുഴുവൻ കവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാ ക്രൈറ്റീരിയയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ക്രൈറ്റീരിയ യൂട്ടിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ മാസ്റ്റർ ഓഫ് ഓൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസാണ് നമുക്ക് അല്ലെങ്കിൽ ക്വാളിറ്റീസാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, താങ്ക് യു.